സൗഹൃദം ചിലരെ ചിരിപ്പിക്കും, പ്രണയം ചിലരെ മാറ്റും. പക്ഷേ പറയാതെ പോയ വികാരം ഒരു മനുഷ്യനെ ജീവിതം മുഴുവനും പിന്തുടരുമെന്നാണ്. ആ പിന്തുടരലിൻ്റെ പേരാണ് ഇതയം മുരളി. ഇപ്പോൾ 1991 കദീർ സംവിധാനം ചെയ്ത ഇതയം എന്ന സിനിമ ഈ അഥർവയുടെ ഫാദർ മുരളിയെ അക്കാലത്ത് ഒരു സൈലൻ്റ് ലവർ എന്ന ഒരു ഓർമ്മയിൽ പ്രേക്ഷകരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം പൊട്ടുവയ്ത്ത വട്ടനില എന്ന ഗാനമൊക്കെ, ഇപ്പം ഹീരയൊക്കെയുള്ള ഗാനമൊക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ, ഇളയരാജയും യേശുദാസ് ഒക്കെ ഉള്ള കോമ്പിനേഷനൊക്കെ ഇന്നും മനസ്സിൽ ഓർത്തിരിക്കുന്നതാണ്. ആ പേരിൻ്റെ ഓർമ്മയെ പുതിയ തലമുറയിലേക്ക് കൊണ്ടുവരികയാണ് ഇതയം മുരളി ഇപ്പം ലേറ്റസ്റ്റ് വരുന്ന പടം. ഇത് റീമേക്കൊന്നുമല്ല. ഈ ഓട്ടോഗ്രാഫ്, പ്രേമം അല്ലെങ്കിൽ ഇതയം അങ്ങനെയുള്ള സിനിമകളിലേക്ക് ഒരു ടെംപ്ലേറ്റ്സുകൾ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സൈലൻറ്റ് ലവറായിട്ടുള്ള ഈ ടച്ചുള്ള കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ ഷാജഹാനിനകത്തൊക്കെ വിജയ് ചെയ്ത കഥാപാത്രങ്ങളിലേക്ക് ആ ടൈപ്പുള്ള ഒരു ഇമോഷണൽ കണ്ടിന്യൂവേഷൻ വേണമെങ്കിൽ നമുക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാൻ പറ്റും. ഇപ്പം പ്രണയം നഷ്ടമാകുന്നത് വിധി കൊണ്ടാണോ അതോ പറയാൻ മടിക്കുന്ന ഭയം കൊണ്ടാണോ എന്നതാണ് സിനിമ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പം അഥർവ ചെയ്ത മുരളി എന്ന കഥാപാത്രം ശരിക്കും സ്കൂൾ കാലഘട്ടത്തിലെ ആകർഷണത്തിൽ പുള്ളിക്ക് ഒരു ടീച്ചറിനോട് ഇഷ്ടം തോന്നുന്നു. ഇപ്പോൾ ജോനിത ഗാന്ധി ചെയ്ത കഥാപാത്രമാണ്. ഇപ്പം അതിൻ്റെ കാരണം ഇന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ രസകരമായിട്ടൊക്കെ തോന്നും. പിന്നീട് ട്യൂഷൻ ക്ലാസ്സിലെ ഒരു പ്രണയമാണ് ഇപ്പം പ്രീതി മുകുന്ദൻ ചെയ്യുന്ന കഥാപാത്രത്തോട്. അത് ശരിക്കും ഒരു ഡബിൾ സർപ്രൈസ് ആയിട്ടാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. മൂന്നാമത്തേത് ഇപ്പോൾ കയാദു ചെയ്ത അമുദ എന്ന കഥാപാത്രം ഡോക്ടർ കഥാപാത്രമാണ്. ശരിക്കും ഇതിനകത്ത് കൂടുതൽ ഇമോഷണൽ ഫേവററ്റ് ആവാൻ സാധ്യതയുള്ള കഥാപാത്രം എന്ന് പറയുന്നതും ഒരുപക്ഷെ ഇതാവും. പിന്നീട് മുരളിയുടെ ഒരു അറേഞ്ച്ഡ് മാരേജിലോട്ടൊക്കെ പോവുകയാണ് ഈ മാളവികയുടെ കഥാപാത്രമൊക്കെ ആയിട്ട്. ഇങ്ങനെ മൊത്തത്തിൽ ശരിക്കും പ്രണയത്തിൽ നിന്ന് ഒരു തിരിച്ചറിവാകുന്ന മുരളിയുടെ കഥാപാത്രത്തിൻ്റെ ട്രാൻസിഷൻ തന്നെയാണ് ഈ സിനിമയുടെ ഹൃദയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡയറക്ടർ ആകാശ് ഭാസ്കരൻ എടുത്താൽ വലിയ ട്വിസ്റ്റുകളുടെ ഒന്നും പുറകെ അദ്ദേഹം പോകുന്നില്ല. ഈ വൈകാരിക നിമിഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പ്രേക്ഷകരെ വിശ്വസിപ്പിക്കുന്ന ഒരു നറേറ്റീവ് ശൈലിയാണ് പിന്തുടരുന്നത്. ഇപ്പോൾ രമണ ഗിരിവാസനും ദ്രാവിഡ് സെൽവവും ഒക്കെയാണ് തിരക്കഥയും സംഭാഷണവും ഒക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊക്കെ അവർ ചില കൗതുകങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നു എന്നുള്ളതാണ് രസമെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കയാദു ലോഹർ ചെയ്ത കഥാപാത്രത്തിൻ്റെ പ്രണയം തുറന്നു പറയുന്ന നിമിഷം ശരിക്കും സിനിമയുടെ ഏറ്റവും സത്യസന്ധമായ രംഗങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ വർഷങ്ങളായി മൗനത്തിൽ ജീവിച്ച മുരളിയുടെ മുന്നിൽ ധൈര്യം തന്നെയാണ് അവളെ എത്തിക്കുന്നത്. വളരെ പേഴ്സണലി ഫേവറേറ്റായിട്ട് തോന്നിയൊരു സീനാണത്. അതേസമയം പിന്നീട് അധ്യാപികയുടെ ജീവിതത്തിൽ മുരളി വെച്ചു പോകുന്ന ചെറിയ അടയാളം ചിലർ മനുഷ്യങ്ങളെ ബന്ധങ്ങളായിട്ടല്ല ഓർമ്മയുടെ ഒപ്പായി ജീവിക്കും എന്ന ഒരു ആശയം സിനിമ നിശബ്ദമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ പ്രീതി മുകുന്ദൻ്റെ കഥാപാത്രം എടുത്താലും വീണ്ടും ആ കഥാപാത്രം എത്തുമ്പോൾ കഥയ്ക്ക് മറ്റൊരു വികാരതലം നൽകുന്നുണ്ട്. അത് ശരിക്കും പുതിയ പ്രണയമായിട്ടല്ല, ജീവിതം വീണ്ടും തുറന്നു നോക്കാനുള്ള രണ്ടാമതൊരു അവസരം. അതിലേക്ക് ഈ കല്യാണം കൂടിയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു വൈബ് സിനിമ ഓവറോൾ പിന്നീട് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രണയം നഷ്ടപ്പെട്ടാലും ജീവിതം മുന്നോട്ട് പോകാൻ പഠിപ്പിക്കുന്നത് സുഹൃത്തുക്കളാണ്. ഇപ്പം ഇതേ മുരളിയിൽ അവർ കഥാപാത്രങ്ങളല്ല, മുരളിയുടെ ഓർമ്മയുടെ കാവൽക്കാരായിട്ടാണ്. ഇപ്പം തമാന, നിഹാരിക, രക്ഷൻ, ദ്രാവിഡ്, പ്രഗ്യ, ഇപ്പം ആഞ്ചലിനൊക്കെ എടുത്താൽ സിനിമയ്ക്ക് ഭയങ്കര കട്ടയ്ക്ക് കൂട്ടായിട്ട് ഇവരുടെ കൂടെയുള്ളതാണ്. വലിയ അത്ഭുതങ്ങളൊന്നും സിനിമ സമ്മാനിക്കില്ല. എന്നാൽ സംഗീതവും സൗഹൃദവും മൗനമായ പ്രണയവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാം.